അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ. ഇൻ എ സർക്കിൾ ഷോൺ ദ കോഡ്സ് എ ക്യു ആൻഡ് ബി പി പാസിംഗ് ത്രൂ ദ പോയിന്റ് സി. ഓക്കെ. അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ദാ ഈ അറ്റത്ത് കിടക്കുന്ന ഈ ചിത്രം വേണം നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ. ഇതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് വരച്ചതാണ് ഇത് രണ്ടും എളുപ്പത്തിന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇതിൽ മാത്രം ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. സോ അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഓക്കെ. അതായത് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇൻ എ സർക്കിൾ ഷോൺ ദ കോഡ് എ ക്യു ആൻഡ് ബി പി പാസിംഗ് ത്രൂ ദ പോയിന്റ് സി. എ ക്യു എന്ന് പറയുന്നതും ബി പി എന്ന് പറയുന്ന ഈ രണ്ടെണ്ണം കൂടെ പാസ് ചെയ്ത് പോകുന്ന പോയിന്റ് ആണ് സി. ഈ പോയിന്റ് ആണ് സി. ഇത് സർക്കിളിന്റെ സെന്റർ ആണ്. അത് നമുക്ക് വല്ല ഒ എന്നെങ്ങാനും ഡിനോട്ട് ചെയ്യാം. അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവണം. ഓക്കെ. സർക്കിളിന്റെ സെന്റർ നമ്മൾ ഒ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തു. ഓക്കെ. സോ ഈ രണ്ട് പോയിന്റ് പാസ് ചെയ്തു പോകുന്നത് ഈ പോയിന്റ് സി എന്ന് പറയുന്ന ഈ പോയിന്റിലൂടെയാണ്. അങ്ങനെയാണെങ്കിൽ ദ സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് എ എക്സ് ബി ഈസ് 100. കാൽക്കുലേറ്റ് ക്യൂ. സെൻട്രൽ ആംഗിൾ ഓഫ് എ എക്സ് ബി ഇതിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ ആണ്. ഈ ആംഗിൾ അല്ല എ എ ഒ ബി എന്ന് പറയുന്നതാണ് അതിന്റെ സെൻട്രൽ ആംഗിൾ. അതാണ് ഞാൻ ഇവിടെ സെപ്പറേറ്റ് ചെയ്ത് വരച്ചേക്കുന്നത്. നോക്കിയേ, അതേ സെയിം ഇത് തന്നെയാണ്. ഞാൻ ഇവിടുത്തെ ഈ വരയുടെ ഇത്രയും ഭാഗം മായ്ച്ച് കളഞ്ഞു എന്നുള്ളത് മാത്രം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇത്രയും ഭാഗം ഞാൻ ഒഴിവാക്കി, അല്ലെങ്കിൽ ഈ ഒരു വര ഞാൻ അങ്ങ് ഒഴിവാക്കിയിട്ട് ഈ ഒരു ഭാഗം എ ക്യു ബി ഇതാ കണ്ടോ, എ ക്യു ബി ഇവിടെ എടുത്തിട്ടുണ്ട്. അതുപോലെ ഇതാണ് സെന്റർ എന്ന് പറയുന്നത് ഒ എന്ന് പറയുന്നത് നമ്മൾ മാർക്ക് ചെയ്തിട്ട് എ ഒ ബി എന്ന് പറയുന്നത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ. സോ എ എക്സ് ബി എന്ന് പറയുന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? എ ഒ ബി ആണ്. ഓക്കെ. ശ്രദ്ധിച്ച് കേൾക്കുക, നന്നായിട്ട് വ്യക്തമാക്കി മനസ്സിലാക്കിക്കോളൂ കേട്ടോ. ഓക്കെ. എ എക്സ് ബി എന്ന് പറയുന്ന ഈ ആർക്കിന്റെ എന്താണ് സെൻട്രൽ ആംഗിൾ ആണ് എ ഒ ബി എന്ന് പറയുന്നത്. അത് എത്രയാണ്? 100 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ക്യൂ എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, നോക്കിക്കേ, എ ക്യു ബി എന്ന് പറയുന്നത് ഇതിന്റെ പകുതിയായിരിക്കും. എന്താ? ആംഗിൾ മെയ്ഡ് ബൈ ദ സെന്റർ ഇസ് ഹാഫ് ഓഫ് ദ ഇനി ഓൾട്ടർനേറ്റ് സർക്കിളിൽ എവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിന്റെ പകുതിയായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ തിയറം പ്രകാരം ഇത് 50 അല്ല സോറി ഇത് 100 ആണെച്ചെങ്കിൽ ഇത് എന്തായിരിക്കും? 50 ആയിരിക്കും. സിമ്പിൾ ആണ്. ആംഗിൾ ക്യൂ എന്ന് പറയുന്നത് 50 എന്ന് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ നോക്കി. ദ സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് പി വൈ ക്യൂ. ഇതാണ് പി വൈ ക്യൂ. പി വൈ ക്യൂ എന്ന് പറയുന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ അല്ല കേട്ടോ. പിള്ളേർ മിസ്റ്റേക്ക് ആയിട്ട് ഈ ആംഗിൾ വിചാരിക്കാറുണ്ട്. അതല്ല, പി വൈ ക്യൂ എന്ന് പറയുന്ന സെൻട്രൽ ആംഗിൾ, അതായത് ഈ ഓയിലോട്ട് ഉണ്ടാവുന്ന സെൻട്രൽ ആംഗിൾ, അതാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത് കേട്ടോ. പി ഒ ക്യൂ എന്ന് പറയുന്നതാണ് ആ സെൻട്രൽ ആംഗിൾ. എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 60. 60 പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പി ബി ക്യൂ ഇതേ ചിത്രം തന്നെയാണ് കേട്ടോ. പി ബി ക്യൂ കണ്ടോ, ഇതേ ചിത്രം തന്നെ. ഞാൻ ഇതും കൂടെ വരച്ചു എന്ന് മാത്രം. ഈ ഒരു ലൈൻ ഞാൻ അവിടെ എന്ത് ചെയ്തു? ഒഴിവാക്കി. സോ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ നോക്കുമ്പോൾ ഇത് 60 ആണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി എന്തായിട്ട് മാറും? ഇത് 30 ആയിട്ട് മാറും. സോ നമുക്ക് ഇവിടെ എന്തെന്ന് കിട്ടി? 30 ആയിട്ട് കിട്ടി. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഫൈൻഡ് ഓൾ ദ ആംഗിൾസ് ഇൻ ദ ട്രയാങ്കിൾ ബി ക്യു സി. ബി ക്യു സി എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിലെ എല്ലാ ആംഗിളും കണ്ടുപിടിക്കുക. ഇത് 50, ഇത് 30 എന്ന് കിട്ടി. സ്വാഭാവികമായിട്ട് ഇത് എന്ത് ചെയ്താൽ മതി? അത് രണ്ടും കൂടി കൂട്ടിയിട്ട് 180 കുറച്ച് കഴിഞ്ഞാൽ ഈ ആംഗിളും കിട്ടും. ഓക്കെ. സോ അതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ആംഗിൾ ക്യൂ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 50 എന്ന് കിട്ടും. ആംഗിൾ ബി എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് ഇൻറ്റു 60. ഓക്കെ. സോ 60 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 30 എന്നും കിട്ടും. സോ ഇതും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആംഗിൾ സി കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ട്രയാങ്കിൾ ബി ക്യു സിയിലെ ആംഗിൾ സി എന്ന് പറയുന്നത് എന്താണ്? 180 മൈനസ് 30 പ്ലസ് 50 ഈസ് ഈക്വൽ ടു 80 ഈസ് ഈക്വൽ ടു 180 മൈനസ് 80 ഈസ് ഈക്വൽ ടു 100 എന്ന് കിട്ടും. സോ എന്ത് ചെയ്തു? അത് മൂന്നെണ്ണത്തിലെ ഇക്വേഷൻസ് കണ്ടുപിടിച്ചു. സോ ഇതൊരു ലോജിക്കാണ്. നമുക്ക് ആദ്യത്തെ ആ ചിത്രം കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകത്തില്ല. സോ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കേട്ടിട്ട് മനസ്സിലാക്കിക്കോളൂ കേട്ടോ. ഓക്കെ. ഇവിടെ ആകെ ഒരൊറ്റ തിയറമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ആംഗിൾ ഇൻ ദ സെന്റർ ഓഫ് ദ സർക്കിൾ എന്തായിരിക്കും? ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കിയ സർക്കിളിന്റെ ഇരട്ടിയായിരിക്കും, അല്ലെങ്കിൽ മറ്റേത് പകുതിയായിരിക്കും എന്ന് പറയുന്ന ആ ഒരു തിയറം മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ. സി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? പ്രൂവ് ദാറ്റ് ആംഗിൾ എ സി ബി ഈസ് ദ ഹാഫ് ഓഫ് സം ഓഫ് ദ സെൻട്രൽ ആംഗിൾ ഇൻ എ എക്സ് ബി ആൻഡ് പി വൈ ക്യൂ. എ എക്സ് ബിയിലും പി വൈ ക്യൂലും ഉണ്ടാക്കിയ സെൻട്രൽ ആംഗിൾ ഉണ്ടല്ലോ നമ്മളിവിടെ കൊടുത്തത്. ഓക്കെ. ഉണ്ടാക്കിയ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ എ സി ബി. ഓക്കെ. എ സി ബി എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാക്കിയ ആംഗിളിന്റെ എന്തായിരിക്കും? കൂടി സെൻട്രൽ ആംഗിളിന്റെ സമ്മിന്റെ പകുതിയായിരിക്കും എന്നുള്ളത് പ്രൂവ് ചെയ്യണം. ഓക്കെ. പ്രൂവ് ദാറ്റ് ആംഗിൾ എ സി ബി ഈസ് ഹാഫ് ദ സം ഓഫ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് എ എക്സ് ബി ആൻഡ് പി വൈ ക്യൂ. ഓക്കെ. ഇത് കുറച്ച് പാടാണ്, ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്നോളാം. ഓക്കെ. എ സി ബി എന്ന് പറയുന്നത് ഈ ആംഗിൾ ഇവിടെ ഉണ്ടാക്കിയ എ എക്സ് ബിയുടെയും പി വൈ ക്യൂവിന്റെയും സെൻട്രൽ ആംഗിളിൽ ഉണ്ടാക്കിയതിന്റെ പകുതിയാണ്. ഓക്കെ. സോ ക്വസ്റ്റ്യൻ വ്യക്തമായിട്ട് മനസ്സിലാക്കുക.
സോ ഞാൻ ആ എ എക്സ് ബിയിൽ ഉണ്ടാക്കിയ ആംഗിൾ എന്ന് പറയുന്നത് എക്സ് ആയിട്ട് ഞാൻ കൊടുത്തു. പി വൈ ക്യൂവിൽ ഉണ്ടാക്കിയ ആംഗിൾ പി ഒ ക്യൂ എന്ന് പറയുന്നത് വൈ ആയിട്ട് എടുത്തു. സോ സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് എ എക്സ് ബി ഈസ് ഈക്വൽ ടു ആംഗിൾ എ ഒ ബി ഈസ് ഈക്വൽ ടു എക്സ് ആണെന്നും സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് പി വൈ ക്യൂ ഈസ് ഈക്വൽ ടു പി ഒ ക്യൂ എന്ന് പറയുന്നത് വൈ ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ അതിൽ സെൻട്രൽ ആംഗിൾ അതിൻ്റെ അറ്റത്ത് ഉണ്ടാക്കുന്ന ആംഗിളുകൾ എന്തായിരിക്കും? പകുതിയായിരിക്കും നമ്മൾ അറിഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത് എക്സ് ആണെച്ചെങ്കിൽ അത് എക്സ് ബൈ ടു. നമ്മളവിടെ 100 ആണെങ്കിൽ 50 എന്ന് പറഞ്ഞില്ലേ? 60 ആണെങ്കിൽ 30 എന്ന് പറഞ്ഞ പോലെ അതിന് ഇവിടെ എക്സ് ആയിട്ട് എടുത്തുകൊണ്ട് എക്സ് ബൈ ടു വൈ ബൈ ടു എന്ന് എഴുതി. ഓക്കെ, പ്രൂഫ് ആയതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് ചെയ്തു? എക്സ് ബൈ ടു വൈ ബൈ ടു എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ ഇൻ ട്രയാങ്കിൾ എ സി പി, ഓക്കെ, ആ എ സി പി എന്ന് പറയുന്നത് ഞാനിവിടെ വരച്ചിട്ടുണ്ട് കേട്ടോ. എ സി പി എന്ന് പറയുന്നത് ഇത് പി ആണ് കേട്ടോ. ഓക്കെ, എ സി പി എന്ന് പറയുന്നത് ഓക്കെ പി ആണ്. ഓക്കെ, എ സി പി എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിനകത്ത് നമുക്കറിയാം ഇത് വൈ ബൈ ടു ആണെന്നും ഇത് എക്സ് ബൈ ടു ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ സി എന്ന് പറയുന്ന ആംഗിൾ എന്തായിരിക്കും? സി എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കും എടുക്കാം? നമുക്ക് സി എന്ന് പറയുന്നത് 180യിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? എക്സ് ബൈ ടു വൈ ബൈ ടു കൂടെ കൂട്ടി ഇത് കുറച്ചാൽ പോരെ? സോ അങ്ങനെയാണെങ്കിൽ ഇതാ ഇതാ 180 എ പി ബി എന്ന് പറയുന്നതും എ ക്യു ബി എന്ന് പറയുന്നത് സെയിം ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് എഴുതിയിട്ടുണ്ട്. അതാണെങ്കിൽ 180ന്ന് ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് കുറച്ചാൽ മതി. ഓക്കെ. സോ ആംഗിൾ എ സി ഡി ദാ എ സി ഡി എന്ന് പറയുന്ന എ സി ഡി എന്ന് പറയുന്ന ഈ ആംഗിൾ എന്ന് പറയുന്നത് അതെന്തായിരിക്കും? 180ന്ന് വൈ ബൈ ടുവും എക്സ് ബൈ ടുവും കൂടെ കുറയ്ക്കുമ്പോൾ നമുക്ക് ഹാഫ് പുറത്തോട്ട് എടുക്കാം. എക്സ് വൈ പ്ലസ് എക്സ് എന്ന് കിട്ടും. സോ 180 മൈനസ് വൈ ഹാഫ് ഇൻറ്റു വൈ പ്ലസ് എക്സ് എന്ന് കിട്ടും. ഓക്കെ. സോ ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിട്ട് കിട്ടി നമുക്ക്? 180 മൈനസ് ഹാഫ് വൈ പ്ലസ് എക്സ് എന്ന് കിട്ടി. ഇനി ഈ ലൈൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ചെയ്താൽ ഇങ്ങനെ ഒരു സാധനം കിട്ടും. ഓക്കെ, ഇതിന്റെ മുകളിലത്തെ ഭാഗം ഞാൻ വരച്ചിട്ടില്ല. ഈ സാധനത്തിൽ തന്നെ ഈ ലൈൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാണ്. എ സി ഡി ഇവിടെ ഒരു ബിയും കൂടെ ഉണ്ട്. അപ്പോൾ മറ്റേ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, ഫിഗർ വരച്ച് വെച്ചോളൂ കേട്ടോ. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ്? ലീനിയർ പെയർ ആണ് അല്ലേ? ലീനിയർ പെയർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്രയാണ്? 180 ആണ്. സോ ഈ ആംഗിൾ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? 180യിൽ നിന്ന് ഈ സാധനം കുറച്ചാൽ മതി. സോ 180 മൈനസ് എന്ത് കിട്ടും? 180 മൈനസ് 1/2 എക്സ്. ഇത് ഒറ്റ സാധനമാണ് കേട്ടോ. ഇതിവിടെ കിട്ടിയ 180 മൈനസ് 1/2 ആണ്. ഇതിൽ നിന്നും ഇത് എന്തിൽ നിന്നും കുറയ്ക്കണം? 180യിൽ നിന്നും കുറയ്ക്കണം. അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് ഒന്നുകൂടെ എങ്ങനെയായിട്ട് മാറും? നോക്കിക്കേ, ഇതാ ഇത് ഈ രണ്ട് ആംഗിൾസും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 180 ആണ്, ലീനിയർ പെയർ ആണ്. സോ ആ 180 മൈനസ് എന്തെങ്കിലും ആംഗിൾ എ സി ഡി. ആംഗിൾ എ സി ഡി എന്ന് പറയുന്നതാണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചത്? 180 മൈനസ് 1/2 ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത്. സോ ഇവിടെ ഒരു 180 വരും. സോ 180 180 കൂടെ എന്തെങ്കിലും ക്യാൻസൽ ചെയ്ത് പോകും. ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ ഈ മൈനസ് കൊണ്ട് ഇതിനെല്ലാം ഇൻറ്റു ചെയ്തേക്കണം. ഓക്കെ, സോ അതെന്തായിട്ട് മാറും? പ്ലസ് 1/2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ആയിട്ട് മാറും. സോ 1/2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ആണ് എന്തെന്ന് പറയുന്നത്? എ സി ബി. എ സി ബി ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ദ സെൻട്രൽ ആംഗിൾ അല്ലേ? ഹാഫ് ഓഫ് ദ സെൻട്രൽ ആംഗിൾ എന്ന് പ്രൂവ് ചെയ്തു. ഓക്കെ, സോ കുറച്ചധികം സ്റ്റെപ്സ് ഉണ്ട്. നന്നായി വർക്കൗട്ട് ചെയ്ത് മനസ്സിലാക്കി റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ കേട്ടോ. സോ അതുകൊണ്ട് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു തരം പ്രൂഫാണത്. ഓക്കെ, സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് ഒരു പ്രൂഫ് വരാനുള്ള ചാൻസ് ഓണപരീക്ഷയ്ക്ക് വളരെ കൂടുതലാണ്. സോ അതുകൊണ്ട് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. There are 30 boys and 20 girls in a class 10A and 20 boys and 15 girls in 10B. ഓക്കെ, രണ്ട് ക്ലാസ്സിലുള്ള ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും പറഞ്ഞേക്കാണ്. ഞാൻ ഇങ്ങനത്തെ പറഞ്ഞു. ഇങ്ങനത്തെ ക്വസ്റ്റൻസ് ഒക്കെ വരുമ്പോൾ എന്ത് ചെയ്യുക? രണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? രണ്ട് ബോക്സ് ഒക്കെ ആയിട്ട് വരച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, സോ രണ്ട് 10A എന്ന് പറയുന്ന ക്ലാസ്സും ഉണ്ട്, 10B എന്ന് പറയുന്ന ക്ലാസ്സും ഉണ്ട്. സോ 10A എന്നും 10B എന്നും നമ്മൾ എന്ത് ചെയ്യാണ്? പിള്ളേരെ വരയ്ക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മള് 2 ആയിട്ട് എഴുതി വെക്കണം. 10 എയില് ബോയ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 30, ഗേൾസിന്റെ എണ്ണം എന്ന് പറയുന്നത് 20. 10 ബിയിൽ എന്ന് പറയുന്നത് ബോയ്സിന്റെ എണ്ണം 20, ഗേൾസിന്റെ എണ്ണം 15 എന്ന് പറയുന്നത്. സോ ഇത് എഴുതി വെച്ച് കഴിഞ്ഞില്ലാച്ചെങ്കിൽ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവും. ഓക്കെ, സോ ഇവിടുത്തെ ടോട്ടൽ ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 20 പ്ലസ് 30 50. ഇവിടെ എന്ന് പറയുന്നത് 20 പ്ലസ് 15 35. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പോസിബിലിറ്റി ഓഫ് ഔട്ട്കം, അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ടോട്ടൽ പോസിബിലിറ്റി ഓഫ് ഔട്ട്കം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ടോട്ടൽ പോസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? 50 ഇൻറ്റു 35 എന്ന് പറയുന്നതാണ് ടോട്ടൽ പോസിബിലിറ്റി. അതായത് ടോട്ടൽ ഇവിടെ എത്ര ആൾക്കാരുണ്ട്? ഇവിടെ എത്ര ആൾക്കാരുണ്ട്? അവർ തമ്മിൽ ആഡ് ചെയ്യല്ല, മൾട്ടിപ്ലൈ ചെയ്യണം. 2 സെറ്റ് ഓഫ് ആൾക്കാരുണ്ട്. അതിൽ തന്നെ 2 സെറ്റ് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ട്കം എന്ത് ചെയ്തിരിക്കണം? മൾട്ടിപ്ലൈ ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ ആൻസർ തെറ്റിപ്പോകും ട്ടോ. ഓക്കെ, പ്രോബബിലിറ്റിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. സോ ഇൻറ്റു ചെയ്യുന്ന സമയത്ത് 1750 എന്ന് പറഞ്ഞ് കിട്ടും. സോ ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത് എന്താണ്? 1750 ആണ്. അങ്ങനെയാണെച്ചെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ബോയ്സ്? What is the probability of both being girls and what is the probability being എന്താ പറയുക, 1 boy and 1 girl
ആൻഡ് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ബോയ്? ഇങ്ങനെ ഒരു 4 ക്വസ്റ്റ്യൻസ് ആണ് അതിൻ്റെ സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടും ബോയ് ആവാനുള്ള സാധ്യത, രണ്ടും ഗേൾ ആവാനുള്ള സാധ്യത, ഒരെണ്ണം ബോയ് ഒരെണ്ണം ഗേൾ ആവാനുള്ള, പിന്നെ ഏതെങ്കിലും ഒരെണ്ണം ബോയ് ആവാനുള്ള സാധ്യത. ഓക്കെ, സോ അതെങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ. പ്രോബബിലിറ്റി ടു ബോത്ത് ബീങ് ബോയ്സ്. രണ്ടും ബോയ്സ് ആവാനുള്ള. ഒന്നാമത്തെ 10 എത്ര ബോയ്സ് ഉണ്ട്? 30 ബോയ്സ് ഉണ്ട്. 10 എത്ര ബോയ്സ് ഉണ്ട്? 20 ബോയ്സ് ഉണ്ട്. സോ ബോത്ത് ബീയിങ് ബോയ്സ്, രണ്ടും ബോയ്സ് ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 30 ഇൻറ്റു ആണ് ചെയ്യേണ്ടത്. നമ്മൾ സാധാരണ പ്ലസ് ആണ് ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഒരു ബോയ്ക്ക് ഇവിടുന്ന് എത്ര പേര് വരാം? 20 ബോയ് ആയിട്ടും പെയർ ഉണ്ടാക്കാം. രണ്ടാമത്തെ ബോയ്ക്ക് ഇവിടുന്ന് വീണ്ടും 20 പേര്. അങ്ങനെ 30 ബോയ്ക്കും ഇവിടുത്തെ ഓരോ 20 ബോയ്സും ആയിട്ട് എന്തുണ്ടാവും? പെയേഴ്സ് ഉണ്ടാവും. സോ അങ്ങനെ ആകുമ്പോൾ ഇൻറ്റു വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. 30 ഇൻറ്റു 2 20 ഈസ് ഈക്വൽ ടു 600 എന്ന് കിട്ടും. സോ 600 ഡിവൈഡഡ് ബൈ 1750. അതാണ് നമ്മുടെ ടോട്ടൽ ഔട്ട്കം. ഓക്കെ, 1750. സോ ബോത്ത് ബീയിങ് ബോയ്സ് എന്ന് പറയുന്നത് എന്താണ്? 600 ഡിവൈഡഡ് ബൈ 1750 ആണ്. ബോത്ത് ബീയിങ് ഗേൾസ് ആവണമെന്നുണ്ടെങ്കിലോ 20 ഇൻറ്റു 15. ഓക്കെ, 20 ഇൻറ്റു 15 300. 300 ഡിവൈഡഡ് ബൈ 1750 ആണ്. ഓക്കെ, ബോത്ത് ബീയിങ് ഗേൾസ്, രണ്ടിലെയും ഗേൾസിൻ്റെ ആണ്. വൺ ബോയ് വൺ ഗേൾ ആവണമെന്നുണ്ടെങ്കിൽ രണ്ട് തരത്തിലെടുക്കാം. ഒന്നാമത്തെ 10 എയിൽ നിന്ന് ഒരു ബോയ് ആണെങ്കിൽ 10 ബിയിൽ നിന്ന് ഒരു ഗേൾ ആവും. ഇനി നേരെ തിരിച്ചും പറയാം. 10 ബിയിൽ നിന്ന് ഒരു ബോയ് ആണെച്ചെങ്കിൽ 10 എയിൽ നിന്ന് ഒരു ഗേൾ ആവാം. സോ വൺ ബീയിങ് ബോയ് ഓർ വൺ ഗേൾ എന്ന് പറഞ്ഞിട്ടുള്ളൂ. സോ നമ്മൾ ക്രോസ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 10 എയിലെ 30 ബോയ്സും 10 ബിയിലെ 15 ഗേൾസും ആയിട്ടുള്ള പെയേഴ്സ് ഉണ്ടാവും. അതേപോലെ 10 ബിയിലെ 20 ഗേൾസും 10 എയിലെ 20 ബോയ്സും തമ്മിൽ, സോറി, 10 എയിലെ 20 ഗേൾസും 10 ബിയിലെ 20 ബോയ്സും ഓക്കെ ആണെങ്കിലും അവിടെ എന്തുണ്ടാവും? അത്രയും പെയേഴ്സ് ഉണ്ടാവും. സോ അത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുന്ന സമയത്ത് 30 ഇൻറ്റു 50 പ്ലസ് 20 ഇൻറ്റു 20. ഓക്കെ, സോ 450 പ്ലസ് 400 ഈസ് ഈക്വൽ ടു 850 എന്ന് കിട്ടും. അതായത് 850 ഡിവൈഡഡ് ബൈ 1750. ഇതാണ് എന്ത്? ഇത് നമ്മൾ ഒന്ന് ഗേൾ അല്ലെങ്കിൽ ഒന്ന് ബോയ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? മൊത്തം എന്ന് പറയുന്നത് എത്രയാണ്? 1750 ആണ്. അതിൽ എന്താ പറയുക, ഒന്ന് ബോയും ബോയും ഉള്ളത് പോയി, ബോയും ഗേളും ഉള്ളത് പോയി. അത് രണ്ടും കൂടി കൂട്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ടോട്ടലിൽ നിന്ന് കുറച്ചാൽ ബാക്കി എന്തായിരിക്കും? ഒന്ന് ബോയും ഒന്ന് ഗേളും ആയിരിക്കും. അങ്ങനെയും കണ്ടുപിടിക്കാം. 1750 മൈനസ് 900 ഈസ് ഈക്വൽ ടു അപ്പോഴും കിട്ടും എന്ത്? 850 എന്ന് പറയുന്നത്. അതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ വേ ഇതാണ്. സോ ഏതാണ് എളുപ്പമെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ അതാണ് പറയുന്നത്. ഇനി പറയുന്നത് അറ്റ്ലീസ്റ്റ് വൺ ബോയ് എന്ന് പറഞ്ഞാൽ, അറ്റ്ലീസ്റ്റ് വൺ ബോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോയും ബോയും, ബോയും ഗേളും, ഗേളും ബോയും, ഗേളും ഗേളും. അതിൽ ഗേളും ഗേളും എന്ത് വരില്ല? അറ്റ്ലീസ്റ്റ് വൺ, ഏതെങ്കിലും ഒരാൾ ബോയ് ആയിരിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഇതെന്തായാലും വരില്ല. ഓക്കെ, ഇത് വരുമോ? ഇത് പല പിള്ളേരും എടുക്കാറില്ല. അറ്റ്ലീസ്റ്റ് വൺ ബോയ് എന്നല്ലേ പറഞ്ഞേക്കുന്നത് സാറേ. സോ ഇതിൽ ഓരോ ബോയ് ഇല്ലേ? ഇത് മതിയില്ലേ? അങ്ങനെയല്ല, അറ്റ്ലീസ്റ്റ് വൺ, ഏതെങ്കിലും ഒരാൾ ബോയ് ആയിരിക്കണം എന്ന് പറഞ്ഞുള്ളൂ. ഇതിൽ രണ്ടും രണ്ടും ബോയ് ആയതുകൊണ്ട് എന്തല്ല? കുഴപ്പമില്ല. ഓക്കെ, സോ ഏതെങ്കിലും ഒരാൾ ബോയ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ബോയും ബോയും കൂടി ഇൻക്ലൂഡ് ആവും. സോ ബോയും ബോയും എന്ന് പറയുന്നത് 600ഉം ബോയും ഗേളും ഗേളും ബോയും തമ്മിലുള്ളത്, അതായത് അറ്റ്ലീസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച, അറ്റ്ലീസ്റ്റ് അല്ല, ഏതെങ്കിലും ഒരാൾ വൺ എന്ന് പറയുന്നത് വേണമെന്ന് പറയുന്നത്, ബോയ് ആവണം എന്ന് പറയുന്നത് എന്തായാലും ഒരു ബോയും ഒരു ഗേളും ഉള്ളത് 850 നമ്മൾ കണ്ടുപിടിച്ചു. സോ രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും? 600 പ്ലസ് 850 ഡിവൈഡഡ് ബൈ ടോട്ടൽ എന്ന് പറയുന്നത് 1750. സോ 1450 ഡിവൈഡഡ് ബൈ 1750 കിട്ടും. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. നന്നായിട്ട് കേട്ട് വ്യക്തമാക്കി മനസ്സിലാക്കിയിട്ട് പോവാം. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ.